നോക്കൂ, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ആറ്റിങ്ങലിലെ ഒരു ലോഡ്ജ് മുറിയിൽ അസ്മിന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഒരുപക്ഷെ അസ്മിനയുടെ ചിത്രങ്ങളൊക്കെ നിങ്ങളെല്ലാവരും സമൂഹമാധ്യമങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും ഒക്കെ കണ്ടു കാണും. മുസ്ലിം പെൺകുട്ടികൾ വളരെയധികം പവിത്രമായി ധരിക്കുന്ന ഹിജാബൊക്കെ ഇട്ട് നിൽക്കുന്ന അസ്മിനയുടെ ചിത്രങ്ങളാണ് അധികവും കാണാൻ സാധിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അസ്മിന എന്ന് പറയുന്ന ഈ സ്ത്രീ മരണത്തെ ഇരന്നു വാങ്ങിയതാണെന്ന് പറയേണ്ടി വരും. അസ്മിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ കോഴിക്കോട് വടകരയിൽ നിന്നുള്ള ആദ്യം ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹം ബന്ധപ്പെട്ടതിന് ശേഷം രണ്ടാമത് കരുനാഗപ്പള്ളി സ്വദേശിയായ ഒരാൾ വിവാഹം കഴിക്കുകയും അയാളുമായി വീണ്ടും തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ കേസിലേക്ക് പ്രതിയായിട്ടുള്ള ഈ ജോബിൻ ജോർജിനോടൊപ്പം കൂടിയതെന്നും മനസ്സിലാക്കുന്നത്. ഈ ജോബിൻ ജോർജിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കായംകുളത്ത് സ്വദേശിയാണ്. അയാൾ ആദ്യം വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹം ബന്ധപ്പെട്ടതിന് ശേഷം കൊട്ടാരക്കര സ്വദേശിയായ സ്ത്രീയുമായി വിവാഹം കഴിക്കുകയും അവരോട് ഏകദേശം 3 മാസം മാത്രം താമസിച്ചു. അവരുമായി വഴക്കുണ്ടായി അവരെ ദേവോദ്രം ചെയ്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും 1.5 മാസത്തോളം ജയിൽ വാസം അനുഭവിക്കുകയും ചെയ്ത ആളാണെന്ന് അറിയാൻ കഴിയും. അതിനുശേഷമാണ് ആ സ്ത്രീയുമായിട്ട് ബന്ധം ഉപേക്ഷിച്ച് മാവേലിക്കര താമസിച്ച് വരുമ്പോഴാണ് നമ്മുടെ കേസിലേക്ക് കൊല്ലപ്പെട്ട ഹസ്ബൻഡുമായിട്ട് പരിചയത്തിലാവുകയും ഇവർ തങ്ങളിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുകയും ചെയ്തതെന്ന് അറിയാൻ കഴിയും. ഇവർ തങ്ങളുടെ റൂമിൽ രണ്ടുപേരും മദ്യപിക്കുന്ന സ്വഭാവക്കാരാണ്. നമ്മൾ മനസ്സിലാക്കണം, പുറമെ പവിത്രമായ ഹിജാബൊക്കെ ഇട്ട് ധരിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് മറ്റൊരു മതസ്ഥനോടൊപ്പം അതും അവിഹിത ബന്ധത്തിലാവുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അസ്മിന എന്ന് പറയുന്ന ഈ സ്ത്രീ ആദ്യം ഒരു വിവാഹം കഴിച്ചു. എന്നാൽ ആ ഒരു വിവാഹബന്ധം അധികം നാൾ നീണ്ടുനിന്നില്ല. പ്രശ്നങ്ങളെ തുടർന്ന് ഈ സ്ത്രീ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു. എന്നാൽ ആ ഒരു ബന്ധവും അധികനാൾ നീണ്ടുനിന്നില്ല. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതിലൊരു കുഞ്ഞുണ്ടായി എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ അസ്മിന എന്ന് പറയുന്ന സ്ത്രീ ഈ ജോബിൻ ജോർജ് എന്ന് പറയുന്നവനുമായി സൗഹൃദത്തിലാവുന്നത്. ഈ ജോബിൻ ജോർജ് എന്ന് പറയുന്നവന്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ആദ്യം ഒരു വിവാഹം കഴിക്കുന്നു, പിന്നീട് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു. ആ രണ്ടാമത് വിവാഹം കഴിച്ചതിൽ തന്റെ ഭാര്യയെ മർദ്ദിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ജയിലിലൊക്കെ പോയ വ്യക്തിയാണ് ഈ ജോബിൻ ജോർജ് എന്ന് പറയുന്നവൻ. അത്തരത്തിൽ ജയിലിൽ കഴിഞ്ഞ ഒരുവനുമായിട്ടാണ് അസ്മിന എന്ന് പറയുന്ന ഈ സ്ത്രീ ബന്ധം പുലർത്തിയത് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കിയതിനു മുമ്പ് ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അവിഹിതത്തിന്റെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. പക്ഷെ എത്ര കണ്ടാലും എത്ര കേട്ടാലും അടിക്കാത്ത ചില കൂട്ടരുണ്ട്. അവർ അതിന്റെ അപകടം മനസ്സിലാക്കാതെ, അതിന്റെ ആ ഒരു ആഘാതം മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള അവിഹിത ബന്ധത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. അവസാനം അതിന്റെ പരിണത ഫലമോ ഇതുപോലെയുള്ള ദാരുണമായ സംഭവങ്ങളായിരിക്കും. മറ്റുള്ള ആണുങ്ങളുമായി അവിഹിത ബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും, ഉമ്മയും ബാപ്പയും ഒക്കെ ധിക്കരിച്ചുകൊണ്ട് മറ്റുള്ളവരോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്ന സ്ത്രീകളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുക, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഇത്തരം അവിഹിത ബന്ധത്തിൽ പോകുന്ന ഓരോ ആണിനും പെണ്ണിനും ഈ അസ്മിനയ്ക്ക് സംഭവിച്ച ഈ ഒരു ദുരന്തം വന്നെത്തിച്ചേരാൻ അധിക സമയമൊന്നും വേണ്ട.